നമസ്കാരം. പുതിയ ലോകക്രമത്തിനായുള്ള പടയൊരുക്കത്തിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ച ശക്തമായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ട്രംപ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്കു പിടിച്ചതിന് ശേഷം ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ട്രംപിനെ ചുറ്റിപ്പറ്റിയിരുന്ന പിന്തുണ മങ്ങി തുടങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. അമേരിക്കൻ ദേശീയതയെ മുൻനിർത്തിയ കടുത്ത വിദേശ നയം, അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിലൂടെ സഖ്യരാജ്യങ്ങളെ പോലും അകറ്റിയ സമീപനം ലോകത്തെ പുതിയ ചിന്തകളിലേക്കും കൂട്ടായ്മകളിലേക്കും നയിച്ചു. ഇറാനോട് നേരിടുന്ന കടുത്ത നിലപാടുകൾ യുദ്ധഭീഷണിയുടെ നിഴൽ സൃഷ്ടിച്ചപ്പോൾ ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വ മനോഭാവത്തിന്റെ പ്രതീകമായി ലോകം വിലയിരുത്തി. ലാറ്റിൻ അമേരിക്കയിൽ മഡൂറോ വിഷയത്തിൽ സ്വീകരിച്ച കടുത്ത ഇടപെടലുകൾ അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അവഗണനയായി വിമർശിക്കപ്പെട്ടു. ഇതിനു പുറമെ വ്യാപാര യുദ്ധങ്ങളും കഠിനമായ താരിഫ് നയങ്ങളും ആഗോള സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരമാക്കി. ഈ എല്ലാ സംഭവങ്ങളും ചേർന്ന് ട്രംപിനെതിരെ ലോകം ക്രമേണ തിരിയുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെടുന്നത്. അമേരിക്കൻ നേതൃത്വത്തിന്റെ ഏകപക്ഷീയതയെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യങ്ങൾ പരസ്പരം ചേർന്ന് പുതിയ രാഷ്ട്രീയ സാമ്പത്തിക സഖ്യങ്ങൾ രൂപപ്പെടുത്താൻ തുടങ്ങിയത് ഇന്നത്തെ ലോക രാഷ്ട്രീയത്തിലെ നിർണായക മാറ്റത്തിന്റെ സൂചനയായി മാറും. പതിവിന് വിപരീതമായി റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങളും ഗാസയിൽ പലസ്തീനികളെ ഒഴിവാക്കിയുള്ള പദ്ധതികളും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. പിന്നാലെ വെനസ്വേലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ ആണവ പദ്ധതി പുനരാരംഭിക്കുന്നുവെന്ന ആരോപണം ഉയർത്തി ഇറാന് നേരെ തങ്ങളുടെ കപ്പൽ പടയെ അയച്ചിരിക്കുകയാണ് ട്രംപ്. ഏത് നിമിഷവും US സേന ഇറാൻ ആക്രമിക്കുമെന്ന ആശങ്കയിലാണ് ലോകവും. ഇറാനെ ലക്ഷ്യം വെച്ച് തങ്ങളുടെ ഒരു ആയുധ സേന US-നുണ്ടെന്നും അത് ഇറാനെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണെന്നും ബുധനാഴ്ചയാണ് US പ്രസിഡന്റ് പറഞ്ഞത്. എന്നാൽ അത് ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞ ട്രംപ് ഇറാനിലെ പ്രതിഷേധക്കാരെ കൊല്ലുകയോ ആണവ പദ്ധതി പുനരാരംഭിക്കുകയോ ചെയ്യരുതെന്നും ഇറാന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാനെ ഭയപ്പെടുത്തി US-മായി ഒരു കരാറിലെത്താനുള്ള ശ്രമത്തിലാണ് ട്രംപ് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും കരുതുന്നു. ഇതിനിടെ തങ്ങൾ മിസൈൽ ശേഷി വർദ്ധിപ്പിച്ചെന്നും US-നെതിരെ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള തിരിച്ചടി നൽകുമെന്നും ഇറാനും പ്രതികരിച്ചു കഴിഞ്ഞു. ഇറാനിയൻ സർക്കാരിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നായിരുന്നു ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് പറഞ്ഞത്. സംഘർഷ സാധ്യതയെ ഇത് കൂടുതൽ സങ്കീർണമാക്കി. US-ന്റെ ഇറാൻ നീക്കത്തെ ഫ്രാൻസ് പിന്തുണച്ച് രംഗത്തെത്തിയത് സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചു. ഇതോടെ ഇറാന്റെ IRGC-യെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങുന്നതായും വാർത്തകൾ പുറത്തുവന്നു. സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്ന ലക്ഷണങ്ങൾ കാണിക്കാത്തതിനാൽ ഇറാനിൽ വീണ്ടും പ്രതിഷേധങ്ങൾ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇതിനിടെ പ്രതികരിച്ചു. എന്നാൽ ശത്രുവിന്റെ ഏതൊരു ഭീഷണിക്കും തങ്ങൾക്കൊരു പദ്ധതി ഉണ്ട് എന്നായിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തിന് നേരെയുള്ള ഏത് ആക്രമണത്തിനും ഉടനടി ശക്തമായും പ്രതികരിക്കാൻ സായുധ സേന സജ്ജമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. US-ൽ നിന്നുള്ള ഏത് ആക്രമണവും യുദ്ധത്തിന്റെ തുടക്കമായി കണക്കാക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ അലി ഷംഖാനി പ്രസ്താവന ഇറക്കി. ഇറാനിലെ പ്രതിഷേധങ്ങളിൽ അടുത്തിടെ കൊല്ലപ്പെട്ട എല്ലാവരുടെയും പേരുകളും വിശദാംശങ്ങളും ഉടൻ പരസ്യമാക്കുമെന്ന് പ്രസിഡന്റിന്റെ ഓഫീസിലെ ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഗൾഫ് മേഖലയിൽ നിന്നും ഇറാൻ ആക്രമണത്തിന് US-ന് ലഭിക്കുന്ന പിന്തുണ കുറഞ്ഞു വരികയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാനെതിരായ നടപടികൾക്ക് എയർ സ്പേസ് അനുവദിക്കില്ല എന്ന UAE-യുടെയും സൗദിയുടെയും നിലപാട് US-നും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. തങ്ങളുടെ സമുദ്ര അതിർത്തിയും കരയും യുദ്ധത്തിനായി അനുവദിക്കില്ല എന്നും ആക്രമണത്തിന് ഒരു സഹായവും നൽകില്ല എന്നുമായിരുന്നു UAE വ്യക്തമാക്കിയത്. പരമാധികാരത്തെ ബഹുമാനിക്കുന്നതും നയതന്ത്ര പരിഹാരവുമാണ് ഈ സമയത്ത് ആവശ്യമെന്നും UAE പറഞ്ഞു. തങ്ങളുടെ വ്യോമാതിർത്തിയോ ഭൂപ്രദേശമോ യുദ്ധത്തിന് ഉപയോഗിക്കാൻ അനുവാദം നൽകില്ല എന്ന് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാനുമായി നടത്തിയ സംഭാഷണത്തിൽ അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാനുമേൽ അമേരിക്കൻ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിലാണ് UAE-യും സൗദിയും നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. ഏതാണ്ട് 6000-നും 10,000-നും ഇടയിൽ ആളുകൾ ഇറാനിൽ നടന്ന ഭരണകൂട പ്രതിഷേധത്തിനിടെ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപ് കാലഘട്ടം ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ശക്തി കൊണ്ട് മാത്രം ദീർഘകാല നേതൃത്വം നിലനിർത്താൻ കഴിയില്ല എന്ന സത്യമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായിരിക്കണമെന്ന ബോധ്യമാണ് ഇന്ന് കൂടുതൽ രാജ്യങ്ങളെ പുതിയ വഴികളിലേക്ക് നയിക്കുന്നത്. അമേരിക്കൻ ആധിപത്യത്തിന്റെ ഏകധ്രുവ ലോകക്രമം ക്രമേണ മാറി ബഹുധ്രുവ രാഷ്ട്രീയത്തിലേക്ക് ലോകം നീങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് കാണുന്നത്. യൂറോപ്പ്, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നീ മേഖലകളിൽ പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നത് ട്രംപ് ശൈലിയിലുള്ള രാഷ്ട്രീയത്തോടുള്ള പ്രതികരണമായി മാത്രം കാണാനാവില്ല. അത് സ്വതന്ത്രമായ ആഗോള ദർശനത്തിന്റെ വളർച്ച കൂടിയാണ്. താരിഫുകളും ഭീഷണികളും സമ്മർദ്ദ നയങ്ങളും ഉപയോഗിച്ച് ലോകത്തെ നിയന്ത്രിക്കാമെന്ന ധാരണ തകരുന്ന കാലമാണ്. രാജ്യങ്ങൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി പഴയ സഖ്യങ്ങളെ പുനർനിർവചിക്കുകയും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ട്രംപിനെ ഒറ്റപ്പെടുത്തുന്നുവെന്ന് തോന്നുന്ന ഈ പ്രവണതകൾ യഥാർത്ഥത്തിൽ ലോകം ഒരു പുതിയ രാഷ്ട്രീയ സമതുലിതാവസ്ഥ തേടുന്നതിന്റെ പ്രതിഫലനമാണ്.
ശക്തിയുള്ള രാഷ്ട്രീയം വിട്ട് സഹകരണത്തിന്റെ രാഷ്ട്രീയം ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ട്രംപ് പ്രതിനിധാനം ചെയ്ത കാലഘട്ടം ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി രേഖപ്പെടുത്തും. ലോകത്തെ പുതിയ സഖ്യങ്ങളിലേക്കും പുതിയ ചിന്തകളിലേക്കും തള്ളി നീക്കിയ ഒരു കാലഘട്ടമായി, ട്രംപിന്റെ അധപ്പതനത്തിന്റെ കാലഘട്ടമായി.